നമസ്തേ എവരി വൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടി ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ വില്ല, അതല്ലെങ്കിൽ പ്ലോട്ട്, അതല്ലെങ്കിൽ നമുക്ക് കൃഷിഭൂമി ഓർ എസ്റ്റേറ്റ് വാട്ടെവർ, എങ്ങനെയാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റിയത്. ഞാനിത് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കേരളത്തിൽ ഞാൻ ഈ 10-15 വർഷത്തെ എൻ്റെ ഈ പഠിപ്പീരിനകത്തോടെ ഒരു 10,000 പ്രോപ്പർട്ടിയെങ്കിലും നമ്മുടെ ശിഷ്യർ വാങ്ങിച്ചതായിട്ട് എനിക്ക് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇതിനെ മൊത്തം ഇത് വീണ്ടും ഈ പറഞ്ഞ ലേണിങ്ങിനകത്ത് പഠിച്ചതിന് ശേഷം 2-3 പ്രാവശ്യം വീണ്ടും പഠിച്ച് 90 ദിവസം വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് കേട്ട് യാത്ര പോകുമ്പോഴൊക്കെ ഇത് വണ്ടിയിലിട്ടൊക്കെ കേട്ട് നിങ്ങളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ ഇൻ റിയൽ എസ്റ്റേറ്റ്, നമുക്ക് മാനിഫെസ്റ്റിംഗ് പ്രോപ്പർട്ടി ഗോൾസ്, അതാണ് ഇതിനകത്ത് ഈ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനം. റിയൽ എസ്റ്റേറ്റ് ഡ്രീംസ് അൺവീൽഡ് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ഇൻസൈറ്റ്. ആൻഡ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ഇമ്പാക്റ്റിൽ നിങ്ങളുടെ ഇപ്പോൾ വീടിനോട് അടുത്ത് കിടക്കുന്ന ഒരു 10 സെൻറ്റ് സ്ഥലം അതും കൂടെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ കൂടെ വരുവാണെങ്കിൽ അത് ഭയങ്കര ഒരു മൊത്തത്തിലൊരു വാല്യൂ അഡീഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ വീട് എക്സ്പാൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ സ്ഥലം ആരുടെയാണെന്ന് അറിയത്തില്ല, അറിയാമെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാറില്ല. പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് അതിങ്ങനെ കണ്ട് ആ പ്രോപ്പർട്ടി എൻ്റേതാകും അത് അളവെടുക്കുന്നതും അത് കഴിഞ്ഞിട്ട് മതിൽ കെട്ടുന്നതും ഗേറ്റ് ഇടുന്നതും, ഗേറ്റ് ഇട്ട് പൂട്ടി അവിടെ അങ്ങ് ഇടുക. പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഫൈനലി ഇത് വേറെ ആര് വന്നു കഴിഞ്ഞാലും മനസ്സുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആര് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി പോകില്ല, നിങ്ങൾക്ക് തന്നെ കിട്ടും. ഈ വർഷം വന്നില്ലെന്ന് വെച്ചാൽ വിഷമിക്കരുത്, അടുത്ത വർഷം അതിൻ്റെ പിന്നത്തെ വർഷം അതെങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കവിടെ ഇത് മനസ്സിൽ തീവ്രമായി കാണുക എന്നുള്ളതാണ്. എനിക്ക് ഫ്യൂച്ചറിലേക്ക് കിട്ടുമെന്നല്ല, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോപ്പർട്ടി നിങ്ങളുടേതായി തീർന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്, കാണേണ്ടത്. അപ്പോൾ ബിലീഫ് ആൻഡ് ക്ലിയറിങ് ഫോർ റിയൽ എസ്റ്റേറ്റ് സക്സസ്. ഒരു റിയൽ എസ്റ്റേറ്റ് ഉണ്ടാകുക, ഓവർകമ്മിങ് ലിമിറ്റേഷൻസ്. കയ്യിൽ കാശില്ലെങ്കിൽ പോലും നമുക്ക് പ്രോപ്പർട്ടി വരും. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു പൂർണ്ണത വരത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരിക്കൽ വന്നു കഴിയുന്നതോടുകൂടി യു വിൽ ബിലീവ്. അപ്പോൾ എപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡ് അബണ്ടൻസും കണക്റ്റഡാണ്. നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും മെച്ചങ്ങളെക്കുറിച്ചും ഒക്കെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഒരു നേരത്തെ ഭക്ഷണം എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പോലും നമുക്ക് വി മസ്റ്റ് ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ അലൈനിങ് വിത്ത് പ്രോപ്പർട്ടി ഡിസൈഴ്സ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ വീണ്ടും പ്രോപ്പർട്ടി നമുക്ക് വന്നു ചേരുള്ളൂ. ആൻഡ് പോസിറ്റീവ് ആക്ഷൻ ഫോർ പ്രോപ്പർട്ടി സക്സസ് ആൻഡ് എനർജി ഡ്രിവൺ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ വരും, മണി എവിടെ നിന്ന് നമ്മളിലേക്ക്, അബണ്ടൻസ് എവിടേക്ക് വരും, ആൻഡ് പോസിറ്റീവ് ലാംഗ്വേജ് പവർ എന്തൊക്കെയാണ്, സ്ക്രിപ്റ്റിംഗ് റിയൽ എസ്റ്റേറ്റ് ട്രയംഫ്. നമ്മൾ നമ്മുടെ തലയിൽ മനസ്സുകൊണ്ട് എഴുതുവാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഈ പ്രോപ്പർട്ടി നമുക്കാണ്. വിഷ്വലൈസേഷൻ ഫോർ ഡ്രീം ഹോം മാനിഫെസ്റ്റേഷൻ ആൻഡ് അട്രാക്റ്റിംഗ് പ്രോപ്പർട്ടി. നമുക്കൊരു നല്ല വീട്, ആഗ്രഹിക്കുന്ന പോലൊരു വീട് നമുക്ക് കാണാം. പിന്നെ ഫൈനാൻഷ്യൽ അലൈൻമെൻറ്റ് ഫോർ അബണ്ടൻസ് ഇൻ റിയൽ എസ്റ്റേറ്റ്. നമുക്കൊരു വലിയ ഒരു ഫൈനാൻഷ്യൽ അലൈൻമെൻറ്റ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അത് നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇങ്ങനെ സക്സസ്സിന് പുറകെ സക്സസ് വന്നുകൊണ്ടിരിക്കും. ഓവർകമ്മിങ് ഓബ്സ്റ്റക്കിൾസ്, ഏത് തടസ്സത്തിൻ്റെയും മുകളിൽ കിടക്കാനായി. ഇനി ഫോക്കസ്ഡ് റിയൽ എസ്റ്റേറ്റ് പെർസ്യൂട്ട്സ്. നമ്മളൊരു പ്രത്യേക ഏരിയയിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു 3 ഏക്കർ ചുറ്റളവൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുവാണ് നല്ലതെന്നാണ് പറയുന്നത്. അതിനകത്ത് നല്ല ഡീലായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോപ്പർട്ടി കണ്ടു. അത് അവർ തർക്കമൊക്കെ പറഞ്ഞാലും പിന്നീട് നിങ്ങളിൽ വന്നു ചേരും. ഇനി സെലിബ്രേറ്റിംഗ് റിയൽ എസ്റ്റേറ്റ് സക്സസ്. നമുക്കൊരു വിജയം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ അപ്പം തന്നെ അത് അഡ്വാൻസ് കൊടുത്താൽ തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. ആൻഡ് ജേർണി ടു ഓണർഷിപ്പ് സ്ലോവിലി, നമുക്ക് അതിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് വരുമ്പോൾ ഇവിടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇപ്പോൾ ഒരു 1 ഏക്കർ സ്ഥലമാണ്, നമുക്ക് തന്നെ അതെടുക്കാനായിട്ടുള്ള സൗകര്യമില്ല. പക്ഷേ ഒരാൾ സ്ഥലം തരാൻ തയ്യാറാണ്, 1 ഏക്കറുണ്ട്, വലിയ വിലയാണ്. നമുക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അതിൽ നിന്നെല്ലാം എനിക്ക് മാത്രം കിട്ടണമെന്ന് പറഞ്ഞ് ഗ്രീഡ് മാറ്റി വെക്കണം. ഈ ലോ ഓഫ് അട്രാക്ഷന് ഗ്രീഡും കൂടെ വർക്ക് ചെയ്യത്തില്ല. നമ്മളവിടെ എടുത്തു വെക്കേണ്ടത് നമ്മുടെ കൂടെ ഇപ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മറ്റേ ആരെങ്കിലുമൊക്കെയോ
ഈ പ്രോപ്പർട്ടിയിൽ താല്പര്യമുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്താനായിട്ട് ഒരേക്കർ സ്ഥലത്ത് എടുക്കുമ്പോൾ 10 പേരെ കണ്ടെത്തിയാൽ മതിയല്ലോ. അങ്ങനെ ഈ 10 പേരെ ഇപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഇതിനെ നമുക്ക് റോഡ് ഇടാനും ഒക്കെ ആയിട്ട് പോകും. അതെല്ലാം കഴിഞ്ഞൊരു 8 സെൻറ്റോ 7 സെൻറ്റോ വെച്ചിട്ട് വരുന്ന 10-12 പേരായിരിക്കും മാക്സിമം വരുന്നത്. അപ്പോൾ ഇവരിലേക്ക് നമ്മൾ റീച്ച് ചെയ്യാനും സംസാരിക്കാനും ഇതിനകത്തോടെ എല്ലാം നമ്മളെല്ലാത്തിനും കയറി ലാഭം എടുത്ത് കളയരുത്. അപ്പം നമുക്കത് ഒരു മോഡറേറ്റ് റേറ്റിൽ കൊടുക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഒരു 3 ലക്ഷം രൂപയ്ക്ക് സെൻറ്റിന് വാങ്ങിച്ച 1 ഏക്കർ സ്ഥലം അവിടെ ചിലപ്പോൾ 6 ലക്ഷം 7 ലക്ഷം ഉണ്ടായിരിക്കും. നമ്മൾ 7 കിട്ടിയിട്ടേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ പോവില്ല, നമ്മുടെ പ്രോജക്റ്റ് പൊളിഞ്ഞു പോകും. അവിടെ ഗ്രീഡ് ഇല്ലാതാക്കുമ്പോൾ നമ്മൾ അതിനൊരു 3 ലക്ഷത്തിന് നമ്മൾ പറഞ്ഞു വെച്ചേക്കുവാണ്, അതിനെ മോഡിഫൈ ചെയ്തൊക്കെ എടുത്ത് 4-4.5 നമ്മളോട് കൂടി പാർട്ണറാകാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഈ 6 ഇല്ല 7 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന സംഭവം 4.5 ലക്ഷത്തിന് കിട്ടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിറ്റുപോകും. അപ്പോൾ അവിടെയൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ ഈ പല ആൾക്കാരും എനിക്കറിയാം 100 കണക്കിന് ആൾക്കാർ ഇങ്ങനെ പ്രോപ്പർട്ടി എടുത്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ പരാജയത്തിൻ്റെ റീസൺ ലോവസ്റ്റ് പ്രൈസിൽ വാങ്ങിച്ച് ചിലവുകൾ മാക്സിമം കുറച്ച് ഡെവലപ്പ് ചെയ്ത് എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഇത് ഹയസ്റ്റ് പ്രൈസിൽ കൊടുക്കാതെ, ഹയസ്റ്റ് പ്രൈസ് ഉണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് അവിടെ ഡിക്ലെയർ ചെയ്യാം ദിസ് ഈസ് എ പ്രൈസ്, സെൻറ്റിന് 7 ലക്ഷം രൂപയാണ്. പക്ഷേ ഇപ്പം ഫോർ ദ ടൈമിങ് ഐ എം ഗിവിങ് ഫോർ 4.5 lakhs per സെൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് വിറ്റുപോകും. അപ്പോൾ ഞാൻ ഈ ഗ്രീഡ് കഴിവതും ഒഴിവാക്കിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനകത്ത് ഗ്രീഡ് പാടില്ല, അതുപോലെ ഇൻറ്റഗ്രിറ്റി വേണം. നമ്മളിത് പറയാം പല കാര്യങ്ങൾ കൊണ്ടും ഞാൻ ഇത് ഇവർക്ക് കൊടുക്കുന്നത് 3 ലക്ഷമാണ്. 3 ലക്ഷം പ്ലസ് വേറെ എക്സ്പെൻസസ് ഉണ്ട്, പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ അതിനകത്ത് നമ്മൾ പിന്നെ എന്താണ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ലാൻഡ് പോകും. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് 4.5 തരാൻ പറ്റും എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ അതിനകത്തൊരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ലാഭം എടുത്താലും ഒരു തെറ്റുമില്ല, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മൾ 7 തന്നെ കിട്ടണം ഇല്ലെങ്കിൽ 6.5 തന്നെ കിട്ടണമെന്ന് ഒരേ പിടുത്തം. അപ്പോൾ അതിലാണ് നമുക്ക് ഹയസ്റ്റ് പ്രൈസ്. കാരണം അയാൾ എടുത്തിട്ട് അയാൾക്ക് വിറ്റ് അയാൾക്ക് 8 കിട്ടുമോ 9 കിട്ടുമോ? ഇല്ല. അപ്പോൾ എടുക്കാൻ ആൾ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ വീട് വെച്ചൊക്കെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അപ്പോൾ പ്രോപ്പർട്ടി പിന്നെ അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടിയെ കാമിച്ചു കഴിഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് എല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കമ്മിങ് ടു അസ്. ഒരു പ്രോപ്പർട്ടി പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത പ്രോപ്പർട്ടിയാണ്, വെറുതെ നമ്മളതിൻ്റെ പുറകെ നടന്ന സമയം കളയണ്ട. പ്രോപ്പർട്ടി റിസ്ക് ഇല്ലാതെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേക ഇതുണ്ട്. ഒരു റിസ്ക്കും ഇല്ലാതെ പ്രോപ്പർട്ടി എങ്ങനെയാണ് ബൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാങ്കിൽ കൊണ്ടുവന്ന് FD ഇടുന്ന കഴിഞ്ഞും ഈസി ആയിട്ട് കുറച്ചുകൂടെ ഉറപ്പായിട്ട്. പിന്നെ നമുക്ക് ഒരു 3-5 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 10-50 പേര് കൂടിയാണ് ഈ പ്രോപ്പർട്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ എടുക്കുന്ന ഒരു 3% 10% ആൾക്കാർക്ക് ലിക്വിഡിറ്റി വരുന്നില്ല, പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് ലിക്വിഡിറ്റി ആക്കാനായിട്ടൊക്കെ ചില മെത്തേഡുകളുണ്ട്. അതൊക്കെ നമുക്ക് അഡ്വാൻസ് റിയൽ എസ്റ്റേറ്റ് സ്കില്ലിൽ പെട്ടതാണ് ഇത് ചെയ്യാനായിട്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ക്രൗഡ് ഫണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെത്തേഡുണ്ട്. ഇപ്പോൾ കയ്യിൽ നിന്ന് കാശ് മുടക്കാതെ എങ്ങനെ നമ്മുടെ ടാലൻസ് ഉപയോഗിച്ച് മാത്രം റിയൽ എസ്റ്റേറ്റ് ചെയ്യാവുന്ന ഒരു 10-50 മെത്തേഡ്സ് ഞാൻ പഠിപ്പിക്കാറുണ്ട്. അപ്പം നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ് പിന്നീട് വരുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതായാലും ആലോചിച്ചിരുന്ന് അതിലേക്ക് വരാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ പ്രോപ്പർട്ടി ബിസിനസ്സിനും പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനും ഇനി ഈ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രോപ്പർട്ടി വാങ്ങിക്കുന്നെങ്കിൽ പോലും നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വളരെ മിതമായ പ്രൈസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതായിട്ട് നിങ്ങൾ കണ്ട് അതിന് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നതിന് കുറേ മെത്തേഡ്സ് ഇതിൽ പറയുന്നുണ്ട്. ആ മെത്തേഡ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിയുമ്പം നിങ്ങൾ വെറുതെ വിട്ടാൽ മതി, സാധനം നിങ്ങളിൽ വന്നു ചേരും. അതിന് പണമൊക്കെ തന്നെ ഉണ്ടായി വന്നോളും. മണി നമ്മൾ ചിന്തിക്കാത്ത രീതിയിലൂടെ എവിടെന്തൊക്കെയോ പണം വന്ന് ആസറ്റ്സ് വന്ന് ചേരും. അതിൻ്റെ ഒരു മാജിക്കാണ് ഈ ബിസിനസ്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയട്ടെ. ഇനി നമുക്ക് നേരിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം വെച്ച് വീണ്ടും കാണാം. റിയൽ എസ്റ്റേറ്റ് 10-12 കോഴ്സുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാക്കി കോഴ്സ് കൂടെ ചെയ്യാനായിട്ട് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കി എല്ലാം കൂടെ എടുത്ത് തീരാൻ ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ബുദ്ധിമുട്ട്. കാരണം ഒരുപാട് പുസ്തകം എഴുതാനും യാത്രകളും എല്ലാം വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ കാത്തിരിക്കാം. നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ, ഞാൻ നന്മയുള്ള സത്യമുള്ള ഗുഡ് മണി ആയിട്ടുള്ള മാത്രം റിയൽ എസ്റ്റേറ്റ് ചെയ്യാനാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ല പ്രയോജനം ഉണ്ടാക്കും. ഓൾ ദ ബെസ്റ്റ്.